ത്രിയേക ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുതപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന വിഷയത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17 നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വചനമാണിത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ അനുതപിപ്പിൻ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിത്തറ തന്നെ അനുതാപമാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വികാരപ്രകടനമല്ല, കേവലം കുറച്ച് കണ്ണീരൊഴുക്കലോ അല്ല. ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ മെറ്റനോയ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം മനസ്സിൻ്റെ മാറ്റം എന്നാണ്. നാം നടന്നുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ വഴിയിൽ നിന്ന് 180 ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് പൂർണ്ണമായി മടങ്ങുന്നതാണ് മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാവമാറ്റമാണ് യഥാർത്ഥ അനുതാപം. നാം പലപ്പോഴും ബാഹ്യമായ ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്. പ്രവാചകനായ യോവേൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു 2:13 നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് തിരിയുവിൻ. നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകളിൽ, ആധുനിക ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ധൂർത്തപുത്രൻ്റെ ഉപമ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനമനുസരിച്ച് പിതാവിലേക്ക് ധൂർത്തപുത്രൻ മടങ്ങുകയും ചെയ്തു. അവിടെയാണ് അനുതാപം പൂർണ്ണമാവുന്നത്. ഇന്നത്തെ ആധുനികതയുടെ കടന്നുകയറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൻ്റെ വെളിച്ചമായ സ്ത്രീക്ക്, അമ്മയ്ക്ക് ഈ വിഷയത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിലേക്ക് നയിക്കേണ്ട ആത്മീയ ദീപങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഉള്ളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ സംസാരങ്ങളിൽ, ചിന്തകളിൽ, പ്രവൃത്തികളിൽ എവിടെയെങ്കിലും ദൈവത്തിന് നിരക്കാത്തതുണ്ടോ? അസൂയയോ വിദ്വേഷമോ പരദൂഷണമോ നമ്മെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അനുതപിക്കേണ്ടിയിരിക്കുന്നു. ഒരു അമ്മ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ആ കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് തിരിയുന്നു. മക്കളെ പ്രാർത്ഥനയിലും ദൈവഭയത്തിലും വളർത്താൻ അമ്മമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പസ്തോലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, അവൻ്റെ വലിയമ്മയായ ലോവീസിലും അമ്മയായ യുനീക്കയിലും ഉണ്ടായിരുന്ന നിഷ്കപടമായ വിശ്വാസത്തെക്കുറിച്ച്. അങ്ങനെയുള്ള അമ്മമാരാകാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ഭയത്തോടെയല്ല, മറിച്ച് പ്രത്യാശയോടെയും സ്നേഹത്തോടെയും അവിടുത്തെ കരുണയിലേക്ക് ഓടിയടുക്കുക എന്നാണ്. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് മടങ്ങി വരുന്ന പാപിയെ കാത്ത് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന സ്നേഹസ്വരൂപനായ പിതാവാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ വെളുക്കും. അത്ര വലിയ പാപിയാണെങ്കിലും അനുതപിച്ച് മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് തയ്യാറാണ്. പ്രിയ സഹോദരിമാരെ, കാലം അതിവേഗം കടന്നു പോകുന്നു. നമുക്ക് സ്വന്തമായി ഈ നിമിഷമാണുള്ളത്. അതുകൊണ്ട് നാളേക്ക് മാറ്റിവെക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ കീറി, വസ്ത്രങ്ങളെയല്ല ഹൃദയത്തെ ഭേദിച്ച് നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങാം. ദൈവ വഴിയിൽ നടക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.